നമസ്കാരം. ഗ്ലോബൽ മലയാളി ന്യൂസ് ചിങ്ങമാസത്തിലാണ് അങ്ങനെ പേര് വന്നത്. അതിനു മുമ്പേ ഇത് ഗ്രീൻ ഗ്ലോബൽ ആയിരുന്നു. ഇന്ന് തിരുവോണ ദിവസമാണ്. മാവേലി തമ്പുരാൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഓണം വന്നിട്ടുള്ളത്. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ ഇല്ലേ എന്നുള്ള ചർച്ചയ്ക്കൊന്നും ഒരു സ്കോപ്പുമില്ല. അതൊരു സ്വപ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മിത്തായിക്കോട്ടെ. എന്തായാലും സത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സഹാനുഭൂതിയുടെയും സഹകരണത്തിൻ്റെയും സഹിഷ്ണുതയുടെയൊക്കെ നാളുകളെക്കുറിച്ച് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നല്ലോ ഭാരതത്തിൽ. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് ഓണം സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഓണം വരേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒത്തിരി ആളുകൾക്ക് ഇന്ന് ഓണമില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഭാഗമാണ് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ആൻഡ് പെൻഷനേഴ്സ്. അങ്കണവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സിന് എല്ലാവർക്കും ശമ്പളത്തിൽ ചെറിയ വ്യത്യാസം. മൂന്നാമത്തെ ശമ്പളം പലർക്കും വന്നിട്ടില്ല എന്നറിയുന്നു. ഇന്നലെ വൈകുന്നേരം വരെ വന്നിട്ടില്ല, പിന്നെ വന്നിട്ടുണ്ടോ, ട്രഷറി ട്രാൻസ്ഫർ ആയതുകൊണ്ട് പിന്നെ വന്നിട്ടുണ്ടോ എന്നറിയില്ല. വന്നിട്ടില്ലെങ്കിൽ അത് വളരെ മോശമായിപ്പോയി. രണ്ടാമത് പെൻഷൻ പറ്റിയവർക്ക്, അങ്കണവാടി പെൻഷൻ പറ്റിയവർക്ക് 3 വർഷമായി ഫെസ്റ്റിവൽ അലവൻസ് ഇല്ല. അതുവരെ കൊടുത്തിരുന്നു. എന്തിനാണ് നിർത്തിയതെന്ന് നമുക്കറിയില്ല. മാത്രമല്ല, ഈ പ്രാവശ്യം ഓണത്തിന് അവർക്ക് പെൻഷനും കിട്ടിയിട്ടില്ല. വളരെ സങ്കടകരമായൊരു വാർത്തയാണ്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 2 ഗഡു കൊടുക്കുമെന്ന് പറഞ്ഞ് 1 ഗഡുവേ കൊടുത്തിട്ടുള്ളൂ. DA 9 ഗഡു 24%, 8-9 ഗഡു 27% ബാലൻസ് നിൽക്കുമ്പോഴാണ് 1 ഗഡുവേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നിരവധി ആളുകൾക്ക് ഇന്നലെയും മലബാർ ദേവസ്വത്തിലെ ആളുകൾ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലെങ്കിലും അവർക്ക് ശമ്പള പരിഷ്കരണം കിട്ടും എന്നവർ ആഗ്രഹിച്ച് സങ്കടത്തോടെ ഇരുന്നു അവരുണ്ട്. ഓരോ നിമിഷവും TV-യിൽ ഓരോരുത്തർക്കും ഓണ അലവൻസ് കൊടുത്തു എന്ന് പറയുമ്പോൾ, പത്രത്തിൽ വാർത്ത വരുമ്പോൾ അത് നോക്കുന്ന അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഇതൊരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് രോഗാതുരത കൊണ്ടും ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ. അച്ഛൻ നാട്ടിൽ മരിച്ചുപോയി, അമ്മ മാത്രമാണുള്ളത്, മക്കൾ മാത്രമാണുള്ളത്. തിരിച്ച് അമ്മ മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് മാത്രമാണുള്ളത്, മക്കൾ മാത്രമാണുള്ളത്. മക്കളെല്ലാം വിദേശത്താണ്. ഇങ്ങനെ പല രൂപത്തിലാണ് മനുഷ്യജീവിതം. നാം ഈ പുറത്ത് കാണുന്ന അഭിമാനബോധത്തിലൂന്നിയതല്ല ശരാശരി മലയാളിയുടെ ജീവിതം. അതൊരുപാട് കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും സങ്കടങ്ങളുടെയും കഥയാണ്. അതിൽ ഒരു മധ്യവർഗത്തിൽപ്പെടുന്ന ഒരു ആളുകൾ ഇതെല്ലാം ആഘോഷിക്കുന്നുണ്ട്. സമ്പന്ന വർഗത്തെ സംബന്ധിച്ച് എന്നും ഓണമാണല്ലോ. അതേസമയം ദരിദ്ര നാരായണന്മാരെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. അതിൽ ആദിവാസി മുതൽ, കാട്ടിൽ താമസിക്കുന്ന ആദിവാസി മുതൽ മത്സ്യത്തൊഴിലാളികൾ വരെയുള്ളവരുണ്ട്. നോക്കൂ, ഓണ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ബിസിനസ് കുറവായിരിക്കും. ആരും മഹാഭൂരിപക്ഷം പേരും മത്സ്യം വാങ്ങില്ല. അപ്പോൾ പിന്നെ ഇറച്ചി വാങ്ങില്ല, കോഴിക്കച്ചവടക്കാർ. ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ഓണമാണ് നമുക്ക് വരുന്നത്. അപ്പോഴും സന്തോഷത്തിൻ്റെയും സമത്വത്തിൻ്റെയും ചില കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. മഹാബലി തമ്പുരാൻ ജീവിച്ചിരുന്നോ ഇല്ലേ എന്നുള്ളൊരു ചർച്ചയ്ക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. എന്നാലും മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തമ്പുരാൻ ജീവിച്ചിരുന്നെന്നും രാജാവായിരുന്നുവെന്നും, ആ ചെറിയ സ്ഥലത്ത് ചെറിയ രാജ്യമാണ്. അന്ന് ഒരുപാട് രാജ്യങ്ങളുള്ളതുകൊണ്ട്, തിരുവിതാംകൂർ, അങ്ങനെ കൊച്ചി എന്നൊക്കെ പറഞ്ഞ്, മലബാർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രാജ്യങ്ങളുള്ളതുകൊണ്ട് രാജവംശം ചെറുതാണ്. ആ രാജവംശത്തിൽ മാവേലിക്കരയിൽ ഈ സത്യസന്ധവും നീതിയും കള്ളപ്പറയും ഒന്നുമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ മഹാബലി തമ്പുരാന് വാമനനുമായിട്ടുള്ള കഥയാണ്. ആ കഥയിൽ ശരിക്കും മഹാവിഷ്ണു വാമനൻ്റെ രൂപത്തിൽ വരികയും വാമനൻ്റെ വരവിനെയും കൂടി ആഘോഷിക്കുന്നതാണ് മഹാബലി ഓണം എന്ന് പറയുന്നത്. വരവുകയും മഹാബലിയെ ചവിട്ടിത്താഴ്ച എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ അത് ശരിയല്ല, ചവിട്ടിത്താഴ്ച. മഹാബലിയുടെ അഹങ്കാരം, അദ്ദേഹം സത്യസന്ധനും നീതിമാനുമായ രാജാവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും ഒരു അഹങ്കാരത്തിൻ്റെ രീതി കൂടി ഉണ്ടായിരുന്നു. അധികാര ലഹരി തലയ്ക്ക് പിടിച്ചിരുന്നു എന്നൊരു സംശയമുണ്ടാകുമ്പോഴാണ് ദേവന്മാരും അസുരന്മാരും എല്ലാം കൂടി മഹാവിഷ്ണുവിനോട് പോയി പരാതി പറയുകയും അങ്ങനെ മഹാബലിയോട് വന്ന് വാമന രൂപത്തിൽ വരികയും അങ്ങനെയാണ് കഥയൊക്കെ പോകുന്നത്. അപ്പോൾ സുതലത്തിലേക്കാണ് അയച്ചു എന്നാണ് പറയുന്നത്, അല്ലാതെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ച എന്നൊക്കെയാണ് നമ്മളെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ പഠിപ്പിച്ചത്. അങ്ങനെയല്ല. 14 ലോകമുള്ളതിൽ സ്വർഗവും പാതാളം വരെയുള്ള 14 ലോകമുള്ളതിൽ സുതലം എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലത്തേക്കാണ് മഹാബലി തമ്പുരാൻ പോയത്. പോകുമ്പോൾ വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരണം എന്ന് ആഗ്രഹിച്ചു പ്രജകളെ കാണാൻ. അതിന് അനുവാദം കൊടുത്തു. ആ വരവറിയിക്കുന്നതാണ് ഓണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്നിപ്പോൾ ഓണത്തിൻ്റെ മഹാബലിയായി നമ്മൾ കുടവയറുള്ള ഒരു മനുഷ്യനെയാണ് അവതരിപ്പിക്കുന്നത്. ഏത് രാജാവാണ് കുടവയറും ഒട്ടിയ വയറും അല്ലെങ്കിൽ പിന്നെ വികലമായ ശരീരവുമായി നടക്കുന്ന, ഓലക്കുടയുമായി നടക്കുന്ന ഏത് രാജാവാണ് ഉണ്ടാവുക? അപ്പോൾ ആ ഒരു രാജാവിനെ പോലും വികലമായി, നമ്മൾ അദ്ദേഹത്തിൻ്റെ ശരീരം പോലും വികലമായി വരയ്ക്കുന്ന ഒരു സമൂഹമായി, അത് പ്രചരിപ്പിക്കുന്ന ഒരു നാടായി മാറിയിട്ടുണ്ട്.
ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ഓണം എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷം നൽകും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പുതിയ ഷർട്ട് കിട്ടുന്നത്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു പുതിയ ഷർട്ടാണ്, പുതിയ ഷർട്ട് കിട്ടുന്നത് ഓണമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. പായസം കഴിക്കുന്നത് ഓണത്തിനാണ്, സദ്യയൊക്കെ കഴിക്കുന്നത് വലിയ സന്തോഷമാണ്. ഓണം എന്നു പറഞ്ഞാൽ 41 ദിവസം ഞങ്ങൾ ഓണം നടത്താറുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ. ഏത് വീട്ടിൽ ചെന്നാലും പായസം കിട്ടും. എവിടെ ചെന്നാലും ഞങ്ങളുടെ കുറേ കൂട്ടുകാരുടെയും കൂട്ടുകാരികളുടെയും ദിവസം കണക്കാക്കി പായസം വയ്ക്കുന്ന വീടുകൾ പോലുമുണ്ട്. തിരുവോണത്തിനൊരു വീട്ടിൽ വെച്ചാൽ തിരുവോണത്തിന് മിക്ക വീടുകളിലും വയ്ക്കും. പക്ഷേ ബാക്കി ഓണത്തിനുള്ള പായസമൊക്കെ പല രൂപത്തിൽ നാട്ടിലുള്ള ആളുകളുടെയും കൂടി സഹായത്തിൽ, പിന്നെ ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വായനശാലകൾ, ലൈബ്രറികൾ, അങ്ങനെ ഒത്തിരി ആളുകൾ ഓണം ആഘോഷിക്കും. അപ്പോൾ എല്ലാവർക്കുള്ള ഓണം ആഘോഷിക്കട്ടെ. ഈ ഓണത്തിന് ഞങ്ങളും എല്ലാവരോടൊപ്പം ഓണത്തിൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നു. ഞാനീ പറഞ്ഞതുപോലെ സന്താപത്തിലും ദുഃഖത്തിലും കഴിയുന്നവരുടെ ഐക്യദാർഢ്യം, സമൂഹത്തിൽ അശരണരായ, നിരാലംബരായ, നിരാശരായ, ജീവിക്കാൻ സൗകര്യം ഇല്ലാതിരിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട്. അവരുടെ കൂടെയാണ് ഞങ്ങളുടെ ചാനൽ. അവരുടെ ഏത് പ്രശ്നവും ഞങ്ങൾ വളരെ കൃത്യമായി അവതരിപ്പിക്കും. നിങ്ങൾ ആ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവന തരിക. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ മെമ്പർഷിപ്പ്, പ്രീമിയം മുതൽ സാധാ മെമ്പർഷിപ്പുള്ള മെമ്പർഷിപ്പുണ്ട്. ജോയിൻ എന്ന ബട്ടണിൽ അമർത്തിയാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. പഴയ വീഡിയോസ് കാണണം. എല്ലാവർക്കും ഫോർവേഡ് ചെയ്യണം. നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം. എല്ലാവിധ ഓണത്തിന് എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.